സഹീഹുൽ ബുഖാരി ദർസ് 65 കിതാബുൽ ഇൽമ് ദീനി വിജ്ഞാനം സംബന്ധിച്ച അധ്യായം. കിതാബ് ബാബു കിതാബത്തിൽ ഇൽമ് ദീനി വിജ്ഞാനം രേഖപ്പെടുത്തൽ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അത് തുടരുകയാണ്. അടുത്ത ഹദീസ് നമ്പർ 112. حدثنا أبو نعيم الفضل بن دكين قال حدثنا شيبان عن يحيى عن أبي سلمة عن أبي هريرة അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം. അന്ന ഖുസാഅത ഖതലു റജുലൻ മിൻ ബനി ലൈസ്. നിശ്ചയം ഖുസാ ഗോത്രക്കാർ ബനൂ ലൈസ് ഗോത്രക്കാരിൽ നിന്നുള്ള ഒരാളെ കൊന്നു. ഖുസാ ഗോത്രക്കാർ കൊന്നു എന്ന് പറഞ്ഞാൽ ഖുസാ ഗോത്രക്കാർ മൊത്തം കൊന്നു എന്ന അർത്ഥത്തിലല്ല. അവരിൽപ്പെട്ട ഖിറാഷ് ബിനു ഉമയ്യത്ത് അൽ ഖുസായി എന്നൊരാളാണ് കൊന്നത്. അത് ഖുസാ ഗോത്രക്കാരിലേക്ക് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം, മജാസിയായിട്ട്. അപ്പൊ അവരുടെ ഗോത്രത്തിൽ നിന്ന് ജാഹിലിയ കാലത്ത് ബനൂ ലൈസ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഒരാളെ കൊന്നിരുന്നു. ആ ആളുടെ പേര് അഹ്മർ എന്നായിരുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ കാണാം. അങ്ങനെ അന്ന ഖുസാഅത ഖതലു റജുലൻ മിൻ ബനി ലൈസ്, ബനൂ ലൈസ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഖുസാ ഗോത്രക്കാർ കൊന്നു. ആമ ഫത്ഹി മക്ക, ഫത്ഹ് മക്ക ദിവസം, മക്ക വിജയ ദിവസം, മക്ക വിജയ വർഷം. ബി ഖതീലിൻ മിൻഹും ഖതലുഹു, അതായത് ബനൂ ലൈസ് ഗോത്രക്കാർ അവരിൽ നിന്ന് കൊന്ന ഒരാൾക്ക് പകരമായിട്ട്, അതായത് പ്രതികാരമായിട്ട്, ഖിസാസായിട്ട്. ഫഉഖ്ബിറ ബിദാലിക നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഉഖ്ബിറ ബിദാലിക നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധിച്ച് അറിയിക്കപ്പെട്ടു, വിവരം അറിയിക്കപ്പെട്ടു. നബിയോട് ചിലർ പറഞ്ഞു, സഹാബാക്കളെ വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു കൊല നടത്തിയിട്ട് ഖുസാ ഗോത്രക്കാര് ബനൂ ലൈസ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ട്. ബനൂ ലൈസ് ഗോത്രക്കാര് മുമ്പൊരിക്കൽ ഖുസാ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നതിന് ബദലായിട്ട് എന്ന്. ഫറകിബ റാഹിലതഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെണ്ണൊട്ടകം നാക്കത്തിനെ പുറത്ത് യാത്ര പോയി, അങ്ങോട്ട് യാത്ര തിരിച്ചു. ഫഖതബ, അവിടെ എത്തിയിട്ട് അവരോട് പ്രഭാഷണം നടത്തി. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, പ്രഖ്യാപിച്ചു, ഇന്നല്ലാഹ ഹബസ അൻ മക്കത, നിശ്ചയം അള്ളാഹു മക്കയെ തടഞ്ഞു, അൽ ഖത്ല, ഖത്ലിൽ നിന്ന്, അതായത് വധത്തിൽ നിന്ന്. മക്ക പവിത്രമാണ്, അവിടെ വെച്ചിട്ട് വധിക്കലോ യുദ്ധമൊന്നും പാടില്ലല്ലോ. ഔ അൽ ഫീല, അല്ലെങ്കിൽ അൽ ഫീല എന്നാണ് പറഞ്ഞത്. മക്കയെ ഫീലിൽ നിന്ന് തടഞ്ഞു, അല്ലെങ്കിൽ ഖത്ലിൽ നിന്ന് തടഞ്ഞു എന്നാണ് നബി പറഞ്ഞത്. ഷക്ക അബു അബ്ദില്ല, അബു അബ്ദില്ലക്ക് സംശയം. അബു അബ്ദില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ അങ്ങനെ കാണുന്നില്ല. അബു അബ്ദില്ല എന്ന് പറഞ്ഞാൽ ബുഖാരി തന്നെ ആവാൻ സാധ്യത അള്ളാഹുവാണ്. അബു അബ്ദില്ല എന്ന് ബുഖാരിയെ പറയാറുണ്ട്. അപ്പൊ ഏതാവട്ടെ, ഒരു നിവേദകൻ സംശയം, നിശ്ചയം അള്ളാഹു മക്കയെ ഖത്ലിൽ നിന്ന് തടഞ്ഞു എന്നാണോ ഫീലിൽ നിന്ന് തടഞ്ഞു എന്നാണോ എന്ന് പറഞ്ഞത്. അപ്പൊ ഫീൽ എന്ന് പറഞ്ഞാല് ആനക്കലഹ സംഭവം പ്രസിദ്ധമാണല്ലോ, സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഇത് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക, താങ്കളുടെ റബ്ബ് എന്ത് പ്രവർത്തിച്ചു എന്ന് താങ്കൾ കണ്ടില്ലേ, അത് മനസ്സിലാക്കിയില്ലേ എന്ന്. ഈ അസ്ഹാബിൽ ഫീൽ, ആനയുടെ ആൾക്കാരെ കൊണ്ട്, അബ്രഹത്തും സൈന്യവും. ഈ അബ്രഹത്ത് എന്തിനാണ് മക്കയെ തകർക്കാൻ വേണ്ടി വന്നത്? യമനിൽ ഒരു പുതിയ ദേവാലയം ഉണ്ടാക്കി അങ്ങേര്. അപ്പോ മക്കയിലേക്കുള്ള തീർത്ഥയാത്രയൊക്കെ അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ട്, ആളുകൾ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി, മക്ക നശിപ്പിക്കാൻ വേണ്ടി, കാബ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും, അല്ലാഹു അവരുടെ കൈദ്, തന്ത്രത്തെ ആക്കിയില്ലേ, ഫി തദ്ലീൽ, അത് വൃഥാവിലാക്കിയില്ലേ, പാഴാക്കിയില്ലേ എന്ന്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫി തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, വഅർസല, അല്ലാഹു അയച്ചു, അലൈഹിം അവർക്ക് മേൽ, ത്വയ്റൻ പക്ഷികളെ, അബാബീൽ കൂട്ടം കൂട്ടമായിട്ട്, തർമീഹിം ബിഹിജാറത്തിൻ, തർമീഹിം അവരെ എറിഞ്ഞുകൊണ്ട്, അല്ലെ അവരെ എറിയുന്ന അവസ്ഥയിൽ,
ഹിജാറത്തി കല്ലുകൾ കൊണ്ട് സിജീൽ, അതായത് ചൂളവെക്കപ്പെട്ട ചൂളക്കല്ലുകൾ കൊണ്ട്. ഏകദേശം അതിന്റെ ആശയം അങ്ങനെയാണ്. അത് സൂറത്തുൽ ഫീലില് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹദീസ് തുടർന്ന് പറയാം. അങ്ങനെ അള്ളാഹു മക്കയെ തടഞ്ഞിട്ടുണ്ട്, അള്ളാഹു മക്കയെ രക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ആക്രമണങ്ങളിൽ നിന്ന്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയാണ്, വസുല്ലിത അലൈഹിം, അവർക്കുമേൽ ആധിപത്യം നൽകപ്പെട്ടു. ആർക്കുമേൽ? മക്കക്കാർക്കുമേൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസുല്ലിത അലൈഹിം റസൂലുള്ളാഹി എന്നാണ്. അവിടെ അധികം ആണ് വന്നത്, അധികം വന്നതായിരുന്നു ടൈപ്പിങ്ങിൽ. വസുല്ലിത അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന എന്നാണ്. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനീങ്ങളും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മേൽ അധികാരം നൽകപ്പെട്ടു, ആധിപത്യം നൽകപ്പെട്ടു. സുല്ലിത്ത അലൈഹിം എന്നാണ് ലിങ്കില്, സല്ലത്ത അലൈഹിം എന്നാണ്. പക്ഷെ സുല്ലിത്ത അലൈഹിം എന്നാണ് എന്ന് ഫത്ഹുൽ ബാരിയിൽ കാണാം. അതേപോലെ റസൂലുള്ളാഹി എന്നാണ്, റസൂലുള്ളാഹി എന്നാണ് ആ ലിങ്കിൽ കാണുന്നത്. റസൂലുള്ളാഹി എന്നാണ് കറക്റ്റ്. സുല്ലിത്ത എന്നതിന്റെ നായിബ് ഫായിലായിട്ട് വരും റസൂലു എന്നത്. വൽ മുഅ്മിനീന എന്നുള്ളത് അപ്പൊ വൽ മുഅ്മിനൂന എന്നായിരിക്കും. വൽ മുഅ്മിനീന എന്നല്ല, ഇതിനകത്ത് വൽ മുഅ്മിനീന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്നത് ആത്തിഫായിട്ട് പറയും. ഏതാകട്ടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും അവിടെ ആധിപത്യം നൽകപ്പെട്ടു എന്നതാണ്. അല അറിയണം, വഇന്നഹാ ലം തഹില്ല ലി അഹദിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ആർക്കും ഈ മക്കയിൽ യുദ്ധം അനുവദിച്ചിട്ടില്ല. വലം തഹില്ല ലി അഹദിൻ ബഅദി, എനിക്ക് ശേഷം ആർക്കും ഇതിൽ ഈ നാട്ടിൽ യുദ്ധം അനുവദിച്ചിട്ടില്ല. അല അറിയണം, വഇന്നഹാ ഹല്ലത്ത് ലി സഅതൻ മിൻ നഹാരിൻ, എനിക്ക് തന്നെ ഈ മക്കയിൽ യുദ്ധം അനുവദിച്ചത് ഒരു പകലിലെ കുറഞ്ഞ സമയം മാത്രമാണ്. അതായത് മക്ക വിജയ ദിവസം സൂര്യോദയം മുതൽ അസ്ർ നിസ്കാരം വരെ, അസറിന്റെ ടൈം വരെ എന്നാണ്. അതെന്തിനായിരുന്നു? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു ശത്രുക്കളുടെ ആക്രമണത്താൽ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഹിജറ പോയി. അങ്ങനെ പിന്നീട് മുസ്ലിങ്ങൾക്ക് ആധിപത്യം ഉള്ള കാലഘട്ടം വന്നു. അപ്പോ മക്ക പിടിച്ചടക്കാനായിട്ട് വന്നു. ആ സമയത്ത് സ്വന്തം നാട്ടിലേക്ക് അവർ തിരിച്ചു വരികയാണ്. ആ സമയത്ത് ചെറിയ തോതിൽ ഒരു യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വളരെ ആൾനാശം കുറവുള്ള ഒരു യുദ്ധമായിരുന്നു അത്. അധികം രക്തച്ചൊരിച്ചിലില്ലാതെ മക്ക വിജയം സാധ്യമായി എന്നതാണ്. അപ്പൊ ആ സമയത്ത് കുറഞ്ഞൊരു സമയം യുദ്ധം അവിടെ അനുവദിക്കപ്പെട്ടു. ഷിർക്കിന്റെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അതാണ് മക്ക വിജയം എന്നറിയപ്പെടുന്നത്, ഫത്ഹ് മക്ക. അത് ഒരല്പസമയം മാത്രമാണ് എനിക്ക് അങ്ങനെ യുദ്ധം അനുവദിക്കപ്പെട്ടത്. അല അറിയണം, ഹറാം, ഈ സമയം ഇത് പവിത്രമാണ്. ഈ മക്കയുടെ പവിത്രത തുറന്നു പറയാണ്. അതിലെ മുള്ള് നീക്കം ചെയ്യരുത്, മുള്ള് പോലും പറിക്കരുത് എന്ന് അത്രയും ശക്തമായിട്ട് പറയണത്. അത് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നതാണെങ്കിൽ നീക്കം ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ആണെങ്കിൽ നീക്കം ചെയ്യാം എന്ന് പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണാം. ഷജറുഹ, അതിന്റെ മരം നീക്കം ചെയ്യരുത്, മരം മുറിക്കരുത്. ഏത്? മക്കയിലെ മരം. അവിടെയും തന്നെ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണാം, വഴിയിൽ വലിയ പ്രയാസമൊക്കെ ആണെങ്കിൽ മരം മുറിക്കാം. സാധാരണഗതിയിൽ അസ്ൽ വിധി എന്ന് പറയുന്നത് ഹറാമാണ്, പാടില്ല, മക്കയിലെ മരം മുറിക്കാൻ പാടില്ല. അവിടെ വീട് കിട്ടിയ സാധനം എടുക്കാൻ പാടില്ല. ഇല്ലാലി മുൻഷിദിൻ, പരസ്യപ്പെടുത്തുന്ന ആൾക്കൊഴികെ. അതായത് ആ സാധനത്തെ സംബന്ധിച്ച് സാധനം കിട്ടിയിരുന്ന് പരസ്യപ്പെടുത്തി അത് അതിന്റെ ഉടമസ്ഥ വരുമ്പോൾ കൊടുക്കാനോ അതല്ലെങ്കിൽ ഉടമസ്ഥന് അത് തിരിച്ചെടുക്കാനോ വേണ്ടിയിട്ട് അല്ലാതെ അത് എടുക്കാൻ പാടില്ല. ഫമൻ ഖുത്തില, അപ്പൊ ആരൊരുത്തൻ കൊല്ലപ്പെട്ടുവോ എന്ന് പറഞ്ഞാൽ മക്കയിൽ വെച്ചിട്ട് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഫഹുവ ബിഖൈറിൻ നദറൈൻ, ആ ആളെ സംബന്ധിച്ച്, അതായത് അയാളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വജ്ഹിൽ ചെയ്യാം. എന്താണ്? ഇമ്മ ഒക്കല, ഒന്നുകിൽ അയാൾക്ക് അക്കല് കൊടുക്കുക. പണ്ട് നമ്മൾ വായിച്ച് കഴിഞ്ഞ ഹദീസിൽ, കഴിഞ്ഞ മുമ്പത്തെ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അക്കല് എന്ന് പറഞ്ഞാൽ ദിയത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. നഷ്ടപരിഹാരം സ്വീകരിച്ചിട്ട്, പിന്നെ വധിക്കപ്പെട്ടവന്റെ കുടുംബം നഷ്ടപരിഹാരം സ്വീകരിക്കുക, എന്നിട്ട് ഘാതകന്
കൊലയാളിക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുക്കുക, വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുക. അതാണ് ദിയത്ത് സ്വീകരിക്കുക, അക്കല് സ്വീകരിക്കുക. അതാണ് ഒന്നുകിൽ അക്കല് സ്വീകരിക്കപ്പെടുക, ദിയത്ത് സ്വീകരിക്കപ്പെടുക. അല്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ ആളുകള് അയാളെ പ്രതിക്രിയ ചെയ്യാം. യുക്കാദ എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ ചെയ്യപ്പെടുക. യുക്തസ്സു ഖിസാസ്, അത് ശരീഅത്ത് കോടതിയുടെ നിയമപ്രകാരം കോടതി വിധി അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിധി പ്രകാരമാണ് നടക്കുക. മിൻ അഹ്ലിൽ യമൻ, അപ്പൊ യമനിൽ നിന്ന് ഒരാൾ വന്നു. കാരണം യമനിൽ നിന്നൊരാൾ നബിയോട് ചോദിക്കുകയാണ്, ഒരു കാര്യം ചോദിക്കുകയാണ്, അത് ഒന്ന് എഴുതി കൊടുക്കണേ എന്ന് പറയുന്നത് നബിയോട്. അത് അബൂ ഷാഹ് എന്ന ആളാണ് ഈ യമൻകാരൻ എന്ന് ചില വിശദീകരണങ്ങളിൽ ഫത്ഹ് ബാരിലൊക്കെ കാണാവുന്നതാണ്. അപ്പൊ ഈ അബൂ ഷാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ഇത് ഈ പറഞ്ഞത് നബി ഈ പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഇത് എനിക്കൊന്ന് എഴുതി തരൂ എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബു ലി അബി ഫുലാൻ, ഇന്നാലിന്ന ആൾക്ക്, അതായത് ഈ ചോദിച്ച ആൾക്ക് അബൂ ഷാഹിന് നിങ്ങൾ ഇത് എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞു. ഫഖാല റജുലുൻ മിൻ ഖുറൈശ്, അപ്പൊ ഖുറൈശികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു. അതായത് ഖുറൈശികളിൽപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ പത്രൻ അബ്ബാസ് എന്ന് പറയുന്നത്, അതായത് നബിയുടെ പിതൃവൻ തന്നെ, പിതൃ സഹോദരൻ. ഇല്ലൽ ഇദ്ഹിർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇദ്ഹിറിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇദ്ഹിറിന് ഒഴികെ, ഇദ്ഹിറിന് ഒരു ഈ നിരോധനത്തിൽ നിന്നൊരു എക്സംഷൻ, ഇളവ് വേണം. ഇന്നാ നജഅലുഹു ഫീ ബുയൂത്തിനാ വഖുബൂരിന, കാരണം അത് ഞങ്ങളുടെ ഖബറുകൾക്കും ഞങ്ങളുടെ വീട്ടുകൾക്കൊക്കെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് വീടിന് സഖഫായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, മുൽക്കുരേറ്റൊക്കെ ഉപയോഗിക്കുന്ന. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലൽ ഇദ്ഹിറ, ഇല്ലൽ ഇദ്ഹിറ, ആവർത്തിച്ച് പറഞ്ഞു. ഇദ്ഹിർ ഒഴികെ, ഇദ്ഹിർ ഒഴികെ. ഇദ്ഹിർ എന്ന് പറഞ്ഞാൽ അത് ഒരു തരം ചെടിയാണ്. അത് ലൈമൂൻ, ലെമൺ, നാരങ്ങയുടെ ഗന്ധമുള്ള, നാരങ്ങയുടെ നല്ല മണമുള്ള ഒരു, അതേപോലെ ചായ പോലത്തെ പാനീയമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് എന്നാണ് വിശദീകരണങ്ങളിലൊക്കെ കാണുന്നത്. അബു അബ്ദില്ല പറഞ്ഞു. അബു അബ്ദില്ല എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തന്നെ ആയിരിക്കാൻ സാധ്യത. യുഖാദു ബിൽ കാഫി, ഇവിടെ ഹദീസിൽ യുഖാദു എന്നുള്ള വാക്കാണ് കാഫ് കൊണ്ടാണ്, ഫാവും ആയിട്ട് റിവായത്ത് പറയപ്പെട്ടെന്ന് തോന്നുന്നു. അല്ലാഹു അലം. ഫഖീല ലി അബി അബ്ദില്ല, അപ്പൊ അബു അബ്ദുള്ളയോട് പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു, അയ്യു ഷൈഇൻ കതബ ലഹു, ഈ യമൻകാരൻ വന്നല്ലോ, അയാൾക്ക് എന്താണ് എഴുതി കൊടുത്തത് എന്ന്. അപ്പൊ ഖാല, അദ്ദേഹം പറഞ്ഞു, കതബ ലഹു ഹാദിഹിൽ ഖുത്ബ, ഈ ഖുത്ബ ആണ് എഴുതിയത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.